ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഷഫീഖിനെ കാണാനാണ്. ഷഫീഖിന് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഷഫീഖിന് നടക്കാൻ ബുദ്ധിമുട്ടാണ്, അതായത് ഫിക്സ് അപസ്മാരം വന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് വന്നതാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഇവരുടെ സ്വന്തം വീടല്ല, ഇവരിവിടെ വാടകയ്ക്ക് നിൽക്കുകയാണ്. ഇവരുടെ സ്വന്തം വീട് കുറച്ച് അപ്പുറത്താണെന്നാണ് പറഞ്ഞത്. അതേ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൂടെ വേണം. ഷഫീഖിന് നല്ലൊരു വധുവിനെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഷഫീഖിൻ്റെ വണ്ടിയാണ് കേട്ടോ ഇത്. ഈ വണ്ടിയിൽ കടയൊക്കെ ഉണ്ട്, കടയിലേക്കൊക്കെ ഈ വണ്ടിയിലാണ് പോകാമെന്നാണ് പറഞ്ഞത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് ചോദിക്കാം അല്ലേ. വാ. അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷം? വാക്കർ ഉപയോഗിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റില്ല വീട്ടിൽ നിന്നൊക്കെ. ഇന്ന് കടയിൽ പോയില്ല? അപ്പൊ ഇതാണ് കേട്ടോ ഷഫീഖ്. ഇത് ഷഫീഖിന്റെ ഉമ്മയാണ്. ഉമ്മന്റെ പേരെന്താ? റുക്കിയ അല്ലേ. നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ. ഉമ്മ, ഷഫീഖിന് എന്താ ശരിക്കും പറ്റിയ? ജന്മനുള്ളതാണോ? ഷഫീഖിനെ പ്രസവിച്ച അന്ന് തന്നെ അവനിക്ക് ഫിക്സ് വന്ന് പിന്നെ അവിടെ ആസ്പത്രിയിൽ കിടന്ന് അവന് മരുന്ന് കഴിച്ചിരുന്നു. 3 വയസ്സ് വരെ കഴിച്ചിരുന്നു. പിന്നെ കുഴപ്പമില്ല അവനിക്ക് മാറി. അതിനുശേഷം ഫിക്സ് വന്നില്ല. ആ ഫിക്സ് വന്നതിലാണ് കാലിന്റെ ബുദ്ധിമുട്ട് വന്നത്. അപ്പൊ അതിനുശേഷം എന്തെങ്കിലും ഗുളിക സ്ഥിരമായിട്ട് ഓടിക്കണ്ടോ? ഇല്ല, ഗുളിക കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ വാക്കർ ഉപയോഗിച്ച് നമ്മളെ സ്വന്തം കാര്യമൊക്കെ എന്താ ചെയ്യാൻ പറ്റും? ബാത്റൂം പോലെ നമ്മളെ ഗുളി കാര്യങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യും. ഈ വണ്ടിയിലാണ് കടയിലൊക്കെ പോലെ ഇങ്ങനെ കൈ കൊണ്ട് കറക്കിയിട്ട്. ഇവിടെ അടുത്താണോ ഷോപ്പൊക്കെ? നിങ്ങളെ സ്വന്തം വീട് ഇവിടെ അടുത്തുണ്ട് അല്ലേ? എവിടെയാ സ്ഥലം? അപ്പൊ ഇവിടെ ഇക്കാന്റെ ജോലിന്റെ ആവശ്യം നിക്കാണ് അല്ലേ. ഇക്ക എവിടെയാ ജോലി ചെയ്യുന്ന? ഐലൻഡില് അല്ലേ. ഇവിടുന്ന് മാറി അവിടത്തേക്ക് തന്നെ പോവും. അവിടെ എന്താ പണി നടക്കണ്ടോ? സ്വന്തം വീട് കുഴപ്പമില്ലാണ്. ഇവന് മാത്രം സ്വന്തമായിട്ടുള്ള വീടാ? അത് ഇവൻ ഇപ്പൊ എടുത്തതാണോ? ഇവനിക്ക് വേണ്ടി മേടിച്ച? അത് ശരി. അല്ലാതെ വേറെ വീട് വേറെ ഉണ്ട്, എല്ലാവർക്കും വേണ്ടി വേറെ വീട്. നിങ്ങൾക്ക് എത്ര മക്കളാ? അത് കുഴപ്പമില്ല, 6 വർഷമായാലും കുഴപ്പമില്ല. അപ്പൊ ആള് നല്ല ആക്റ്റീവാണ് വലിയ ഷഫീഖ്. അപ്പൊ 3 മക്കളല്ലേ ഉമ്മ? 3 ആൺകുട്ടികള്. ഇനിയിപ്പോ 2 ആളെയും കൂടെ. 2ാമത്തെ ആളാണോ ഷഫീഖ്? ഏറ്റവും ഇളയതാ? അത് ശരി. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്തണം അല്ലേ. ഷഫീഖിന് എത്ര വയസ്സായി? 28. എത്ര വരെ പഠിച്ചേ? പ്ലസ് ടു. അതിനുശേഷം PSC എക്സാം ഒക്കെ എഴുതലുണ്ടാ? ശ്രമിച്ചു നോക്കിട്ടാ, ഗവൺമെന്റ് ജോലിയൊക്കെ വേഗം കിട്ടും. അതെ. അപ്പൊ ഇപ്പൊ പെട്ടിക്കടയാണ് അല്ലേ വരുമാനമാർഗം? കടയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ജ്യൂസ്, മിഠായി, ചെറിയ ഐറ്റംസുകളെല്ലാം, തേങ്ങയൊക്കെ ആയിട്ട് ഇപ്പൊ അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള ചെറിയ ഷോപ്പ്. ശരി. അത് കൊറേ ആയോ? ഒരു കൊല്ലം. അത് ശരി. ഷഫീഖിന് 28 വയസ്സല്ല ആയത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം? 23-24. മാക്സിമം 24 അല്ലേ? എന്തെങ്കിലും ചെറിയ അല്ല. ഉപ്പ അവിടെ ഉണ്ട് കേട്ടോ. ഉപ്പ ക്യാമറയിൽ വരാൻ വേണ്ടി അയച്ചാണ്. കേൾവി കുറവാണെങ്കിൽ ഒന്നും നമുക്ക് കുഴപ്പമില്ല അല്ലേ. അപ്പൊ വേറെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുള്ള പോലെ സ്വീകരിക്കാൻ അതെ. അത് ആലോചനകൾ വരട്ടെ ഷഫീഖ, എന്നിട്ട് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആണെങ്കിലും നോക്കിയിട്ട് ചെയ്യാം. ഇപ്പൊ പല ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ നമ്മള് തീർച്ചയായും അപ്പൊ കോളുകൾ വരട്ടെ, അതിനനുസരിച്ച് നമുക്ക് നല്ല ആലോചനകൾ നോക്കിയിട്ട് ചെയ്യാം അല്ലേ. അതെ. ഉമ്മ,
ഷഫീഖിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ആ, എന്തെങ്കിലും ടാബ്ലറ്റ്? അതൊന്നുമില്ല, നടക്കാത്തൊരു പ്രയാസം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് നടക്കുമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തതാണ്. 2 കാലിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നടക്കും. അപ്പൊ മാഷാള്ള പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിലൂടെ നടക്കണമെങ്കിലാ വിശ്വാസം. അതെ 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 അതെ. ഇപ്പൊ +2 എക്സാം അല്ലോ ഷഫീഖ് ഒറ്റയ്ക്ക് എഴുതിയാണോ? അല്ല, എനിക്ക് ക്ലാസ്സിൽ ആളെ എത്തിയിട്ട് ചെയ്തതാണ്. സ്ക്രൈബ് എഴുതിയതാ? പഠന വൈകല്യം ഉണ്ടോ? അപ്പൊ എഴുതാനോ വായിക്കാനോ അറിയില്ല? അപ്പോ പേരൊക്കെ എഴുതലുണ്ടോ? അങ്ങനെ എഴുതാനും വായിക്കാനും തീരെ അറിയില്ല അല്ലേ? പൈസേന്റെ കണക്കൊക്കെ അറിയാവാ? കുറച്ചൊക്കെ അറിയാം. ഇപ്പൊ നമ്മളിപ്പോ കടയിലെ കച്ചവടത്തിലൊക്കെ ഒറ്റയ്ക്ക് തന്നെയാ ചെയ്യല്? അപ്പൊ നിങ്ങക്ക് ദൂരം പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല. അപ്പൊ എറണാകുളം ജില്ല മാത്രമാണോ നോക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? അതെ. അപ്പോൾ ദൂരമൊന്നും നോക്കുന്നില്ല. തീർച്ചയായിട്ടും അവനെ മനസ്സിലാക്കുന്ന 24 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടത്. ചെറിയ ബുദ്ധിമുട്ടുകാരൊന്നും വിഷയമല്ല. ഒക്കെ നോക്കിയിട്ട് ആലോചന വരട്ടെ, അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് പെട്ടിക്കട കാര്യങ്ങളാണ്. അപ്പോൾ അവന് പഠന വൈകല്യം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന അറിയാം? അവിടെ ആക്റ്റീവ് അല്ലാത്ത ലൈസൻസ് അതില്ല അല്ലേ? അതെ. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടും ഉണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉമ്മക്ക് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എൻ്റെ മോനിക്കൊരു പെൺകുട്ടി, പാവത്തരം കൊടുത്തിട്ട് അവനെ നോക്കാൻ പറ്റിയൊരു പെൺകുട്ടി. പറഞ്ഞോ. പിന്നെ എനിക്കൊന്നും ആവശ്യമില്ല, സ്വർണ്ണവും പണമായിട്ടൊന്നും ആവശ്യമില്ല. പെൺകുട്ടിനെ മാത്രം മതി. നിക്കാഹ് ചെന്നാലും കുഴപ്പമില്ല. അതെ, അല്ല പറയണം. തീർച്ചയായും. അതെ, പറയണത് കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ലടാ, പറയാ വേണ്ടേ? മനസ്സിലുള്ളതാണ് നമ്മൾ പറയണ്ടേ? നമ്മളെ മനസ്സ് മനസ്സിലാക്കി വരുന്ന ഒരാളല്ലേ വേണ്ടേ? ഇപ്പൊ നമ്മളെല്ലാം തുറന്നു പറയാ വേണ്ടേ? അതെ, തീർച്ചയായിട്ടും അവൻ പറഞ്ഞ ഷഫീഖ് പറഞ്ഞ പോലെ തന്നെ പൊന്നും പണമൊന്നുമല്ല, നല്ല മനസ്സുള്ള അവനെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരാൾ എവിടെയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം. കേരളത്തിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ അല്ലേ ഷഫീഖ? പിന്നെ കോളുകൾ വരുമ്പോൾ നല്ലപോലെ അന്വേഷിക്കണം, അവരുടെ പറ്റുന്ന രീതിയിലൊക്കെ അന്വേഷിക്കണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ മാക്സിമം അന്വേഷിച്ച് ചെയ്യാട്ടോ. വീഡിയോ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. എന്നാ പിന്നെ വേറൊന്നും ഇല്ലല്ലോ അമ്മ? അതെ, എത്രയും പെട്ടെന്ന് എല്ലാം റെഡി ആവട്ടെ. ഷഫീഖിന് എന്താ വേറെ പറയാനുണ്ടോ? എനിക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇവരെ നോക്കാൻ പറ്റിയൊരു ആളായിരിക്കണം. അതെ, തീർച്ചയായും. ഉമ്മാനെ പാപ്പാനെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. അത്രേ ഉള്ളൂ. അതെ, എല്ലാരെയും ഉമ്മാനെ പാപ്പാനെ ഷഫീഖിനെ എല്ലാരെയും മനസ്സിലാക്കുന്ന നല്ലൊരാളാവട്ടെ അല്ലേ? അതെ, ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. എന്നാ ഉമ്മ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഫ്രണ്ട്സ്, ഷഫീഖ് ഉമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. ഷഫീഖിന് സ്വന്തമായിട്ട് വീടുണ്ട്, ചെറിയൊരു കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ പോലെ തന്നെ പഠന വൈകല്യം, പിന്നെ അവസ്മാരം അതിനുശേഷം പിന്നെ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന് സ്ഥിരമായിട്ട് ഗുളിക കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചെറുപ്പത്തിൽ വന്ന ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ്റെ നടക്കാനുള്ള ബുദ്ധിമുട്ട് വന്നത്. പക്ഷേ ഡോക്ടർമാർ നടക്കൂ എന്നൊക്കെ പറഞ്ഞിക്ക് പോലും. അപ്പോൾ അത് ഇനിയൊരു പാർട്ണറൊക്കെ വന്ന് നമ്മൾ കുറച്ചുകൂടി ട്രൈ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ അത് റെഡിയാവാനും മതി എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുന്ന നല്ലൊരാൾ വരട്ടെ. നമുക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല. ഇവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ഫോർട്ട് കൊച്ചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക എന്ന് മാത്രം എല്ലാവരോടും പറയട്ടെ. അപ്പോൾ അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഷഫീഖിൻ്റെ കല്യാണം നടക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.